ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എഗൻസ്റ്റ് ഹോപ്പ് എബ്രഹാം ഇൻ ഹോപ്പ് ബിലീവ്ഡ്. ഇത് റോമർക്ക് എഴുതിയ ലേഖനം 4:18 എടുത്തിരിക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ് കടന്നു വരുന്നത്. അനേക മക്കൾക്ക് ഇതുവരെ വിടുതൽ കിട്ടാത്ത സാഹചര്യത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അമിത ശക്തിയോടെ ഇറങ്ങി വന്ന് നമുക്ക് വിടുതൽ തരുന്ന ദിവസമാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ രാവും പകലും ദൈവസന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ദൂത് നമുക്ക് വ്യക്തമായിട്ടും കേൾക്കുവാൻ സാധിക്കും. പക്ഷേ പലർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും ഇരിക്കാനൊക്കത്തില്ല. എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത് വിളിച്ചു മാറ്റിയ ചിലരുണ്ട്. അങ്ങനെയുള്ളവർ ദൈവശബ്ദം എപ്പോഴും കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കും. അവരതിനു വേണ്ടി സമയം ചെലവഴിക്കും. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ ഉള്ളിലുള്ള നന്മ കണ്ടിട്ടാണ്. അബ്രഹാമിൻ്റെ അപ്പൻ ദൈവത്തെ അറിയുന്ന വ്യക്തിയല്ലായിരുന്നു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്ന അബ്രഹാമിൻ്റെ അപ്പൻ അതിന് എതിരായിട്ട് അബ്രഹാമിനെ വിളിച്ചു മാറ്റിയപ്പോൾ അബ്രഹാം വിശ്വസിച്ചു. ദൈവം അത് നീതിയായിട്ട് കണക്കിട്ടു എന്ന് ഈ റോമർക്ക് എഴുതിയ ലേഖനം 4 ഏകദേശം 3 എഴുതിയിരിക്കുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവനെ നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അബ്രഹാം വിശ്വസിച്ചതാണ് നീതിയായിട്ട് കണക്കിട്ടത്. അപ്പം വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് ദൈവശബ്ദം കേട്ടിട്ട് അത് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇതാണ് കറക്റ്റ് എന്ന് ചിന്തിക്കുകയാണ്. അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ദൈവം തിരഞ്ഞെടുത്ത മക്കൾക്ക് ദൈവശബ്ദം കേട്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ ആത്മാവിനെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അബ്രഹാമിനെ വിളിച്ച് യൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ദൈവം പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, പുറപ്പെടാൻ പറഞ്ഞപ്പോൾ അബ്രഹാമിന് 75 വയസ്സുണ്ട്. 75 വയസ്സുള്ള അബ്രഹാമിന് മക്കളില്ലാത്ത അവസ്ഥയിലാണ് ദൈവം വിളിച്ചു മാറ്റുന്നത്. അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേര് സേറ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. എടുത്തിരിക്കുന്ന വചനം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എഗൻസ്റ്റ് ഹോപ്പ്, ഹോപ്പ് ഈസ് ഇംപാർട്ടഡ്. അതായത് നമുക്ക് പ്രത്യാശയില്ലാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു എക്സാമ്പിൾ, നമ്മൾ ദൈവത്തിൻ്റെ പുറകെ നടന്നില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോകും, പള്ളിയിൽ പോകും, സഭകളിൽ പോകും, ദൈവസന്നിധി വചനം വായിക്കുകയൊക്കെ ചെയ്തിട്ട് ചില കാര്യങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ മടുപ്പ് വരും. അന്നേരം നമ്മൾ പറയും, ഈ ദൈവം കേൾക്കുന്നുണ്ടോ, ഇത് ദൈവം തന്നെയാണോ, ദൈവം എന്നെ മറന്നുപോയോ, ഇങ്ങനെയുള്ള പല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് അവസാനം വരുന്ന ഒരു സ്റ്റേജാണ് ഹോപ്പ് പോലും, അതിൻ്റെ പ്രത്യാശ പോലും ഇല്ലാതാകുക. പ്രത്യാശയില്ലെങ്കിൽ നമുക്ക് പിന്നെ മുഖത്ത് ചിരി പോലും വരത്തില്ല. നമ്മുടെ മുഖം ഒരുതരം നിരാശ നിറഞ്ഞ മുഖമായി മാറും. നമ്മൾ ഈ കിരാത വർഗങ്ങളുടെ അടുക്കൊക്കെ ചെല്ലാമെങ്കിൽ അവരോട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല, കണ്ണോട് കണ്ണവരെ ഒരിക്കലും ഇടപെടത്തില്ല. കാരണം ദേ ഹാവ് നോ ഹോപ്പ്. അവർക്ക് പ്രത്യാശയില്ല, ചുമ്മാതെ അങ്ങ് ജീവിക്കുക. എന്തിനാണ് ജീവിക്കുന്നത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പം ദൈവം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടും. നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും നിരന്തരം ഉത്തരം കിട്ടാതിരിക്കാമെങ്കിലും നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടും. കാരണം വിളിച്ചിട്ട് എന്ത് ഗുണം. അങ്ങനെയാണ് പലരും ആദ്യ ദൈവത്തെ അറിയുന്നവർ പിന്നെ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. അവർക്ക് ഉദ്ദേശിച്ച കാര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞാണ്. അങ്ങനെയുള്ള പലരെ എനിക്കറിയാം. പക്ഷെ ഇവിടെ ഒരു വാക്യം പ്രത്യേകമായിട്ട് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 4:18 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അപ്പോൾ അബ്രഹാമിന് സന്തതി ഉണ്ടാകുമെന്നും ജാതികൾക്ക് പിതാവാകുമെന്നൊക്കെയുള്ള സത്യം ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ, അതെന്തൊരു സെൻറ്റൻസാണ് അല്ലേ? ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ ചിന്തിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഭാരതത്തിൽ കൂടെ പോകുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതുവരെ നമുക്ക് മനസ്സിലാകത്തില്ല. അതൊരു എക്സാമ്പിൾ, നമ്മുടെ മക്കൾ വഴിതെറ്റി നടക്കുകയാണ്. അനേക മക്കളെ എന്നെ വിളിക്കുന്നവർ അവരുടെ ആൺമക്കളുടെ വഴിതെറ്റിപ്പോയ വഴിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രാർത്ഥനയാണ് പലപ്പോഴും എന്നോട് ഇപ്പോൾ ചോദിക്കുകയാണ്. അതായിരിക്കണം ഈ സമയത്തിൻ്റെ മിനിസ്ട്രി.
അപ്പം ഈ നഷ്ടപ്പെട്ടു പോയ ആൺമക്കൾ, അതായത് മുടിയനായ പുത്രനെ പോലെ അലഞ്ഞു നടക്കുന്ന മക്കളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് നമ്മൾ അമ്മമാർ സ്വന്തം ബുദ്ധിയിൽ പലതും പരിശ്രമിച്ചിട്ടൊക്കാത്തപ്പം നമുക്ക് ആശ നഷ്ടപ്പെടും. അങ്ങനെ ആശ നഷ്ടപ്പെടുമ്പോൾ ഒരു ദൂത് കടന്നു വരികയാണ്, അബ്രഹാം പോലും ഈ സാഹചര്യത്തിൽ കൂടെ പോയി എന്ന്. അതാരാ? അബ്രഹാം, വിശ്വാസികളുടെ പിതാവ്. അപ്പം നമുക്കൊരു പ്രത്യേക ഒരു പ്രചോദനം ഇട്ട് തരണം. ആശയ്ക്ക് വിരോധമായിട്ട് ആശയിടുകയാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. വേർഡ് ഇമ്പോർട്ടൻറ്റ്, വിശ്വസിക്കുക. അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായിട്ട് കണക്കിട്ടു. അപ്പം വിശ്വസിക്കുക എന്ന് പറയും. എന്ത് വിശ്വസിക്കാൻ? വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഇബ്രായലേഖനം 11 പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിനെ കുറിച്ചുള്ള ഉറപ്പാണ്. പ്രത്യാശയാണ്. വിശ്വാസം എന്നതിനോ എബ്രായലേഖനം 11:1 എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാ പറയുന്നത് നമ്മൾ ആശിക്കുന്നതിന് ഉറപ്പോടുകൂടി ചോദിക്കാനുള്ള. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഒരു കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം എന്ന് പറയുന്നത്, എനിക്ക് ദൈവം പറഞ്ഞു സന്തതികളെ തരുമെന്ന്. പക്ഷെ കാണുന്നത് 75 വയസ്സ് കഴിഞ്ഞിട്ട് അബ്രഹാം ഇൻബിറ്റ്വീൻ ഇടയ്ക്ക് തൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഹാഗാറിലൊരു മകനുണ്ടായിരുന്നു, ഇസ്മായിലുണ്ട്. ഓർത്താ പറഞ്ഞത് അതല്ല നിൻ്റെ സന്തതി. പിന്നെയോ 100-ാം വയസ്സിലാണ് അബ്രഹാമിനെ, 99-ാം വയസ്സിൽ 3 പേര് പിതാപുത്ര പരിശുദ്ധാത്മാ അബ്രഹാമിനെ അന്ന് സന്ദർശിച്ചിട്ട് അടുത്ത വർഷം ഈ സമയം നിനക്ക് ഒരു സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞ് 100-ാം വയസ്സിലാണ് അബ്രഹാമിന് വാഗ്ദത്തപുത്രനാവുന്ന ഇസഹാക്ക് ഉണ്ടാകുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ വചനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ് ആശയ്ക്ക് വിരോധമായി ആശയൻ? അവൻ ഏകദേശം 19-ാം വാക്യം റോമർക്ക് എഴുതിയ ലേഖനം 4:19 പറയുന്നു, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അതാണ് 100 വയസ്സായ അബ്രഹാമിനറിയാം എനിക്ക് കുഞ്ഞുണ്ടാകത്തില്ല. നാച്ചുറലി, മാനുഷികമായിട്ടുണ്ടാകത്തില്ല. 90 വയസ്സുള്ള സേറായിക്ക് ഗർഭപാത്രം നിർജീവമായിരിക്കുന്നു. ഇവിടെ ആശയില്ല. ഭർത്താവിന് ആശയ്ക്ക് ഒപ്പില്ല, ഭാര്യയ്ക്കും ആശയ്ക്ക് ഒപ്പില്ല. ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് എടുത്തു നോക്കാം. മക്കൾ ദൈവത്തെ ഒരു കാലത്ത് വിളിച്ചവരെ ഇന്നിപ്പം ദൈവത്തെ വിളിക്കുന്നില്ല. അവർ ആൺമക്കളെ വഴിതെറ്റി യേശാവിനെ പോലെ ലോകത്തിൻ്റെ പുറകെ അങ്ങ് നടക്കുകയാണ്. അതിൽ ലോക ആവശ്യങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി ഇറങ്ങി നടന്ന് അവർക്ക് ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. ഭാര്യയോ വീട് പണിയുന്നതിന് പകരം അവളുടെ സ്വന്തം സുഖത്തിന് വേണ്ടി അവൾക്ക് ഇഷ്ടമുള്ള വഴി അവൾ തിരഞ്ഞെടുത്തു, കുടുംബം നശിച്ചു പോയി. അപ്പോൾ ആശയ്ക്ക് വിരോധമായിട്ട് നമ്മൾ ആശിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന കണ്ണിൻ്റെ ദൃഷ്ടി കൊണ്ട് കാണുന്നതിൽ വിശ്വസിക്കാതെ ഉറച്ചു നിൽക്കുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് അബ്രഹാം ചെയ്തത്. കാണുന്നതിൻ്റെ മേൽ നമ്മുടെ കണ്ണ് ചെല്ലരുത്. കാണാത്തതെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അബ്രഹാം വിശ്വസിച്ചതുപോലെ ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിശ്വസിക്കുക. അതാണ് വേട്. വിശ്വാസം എന്നത് നമുക്ക് ദൈവവചനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. വിശ്വാസം ദൈവവചനം കൊണ്ടും ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്തെക്കുറിച്ചും. അപ്പം ദൈവം പറയുന്നുണ്ട്, ഞാനൊരു വാഗ്ദത്തം തന്നാൽ അത് ഞാൻ പൂർത്തീകരിക്കും. ഐ എം എ ഗോഡ് ഹു ഫുൾഫിൽസ് ദ പ്രോമിസസ്. എല്ലാ വാഗ്ദത്തങ്ങളും വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഉവ്വ് ആൻഡ് അമേൻ. ആ ഒരു സത്യവചനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറരുത്. അപ്പം പറയണ്ടേ, നമുക്ക് എന്ത് പ്രയാസം നമ്മുടെ മുമ്പിൽ വന്നിരുന്നാലും നമ്മൾ പറയാൻ പോവുകയാണ്, സാഹചര്യം എന്തായാണേലും എൻ്റെ മുമ്പിൽ ഒരാശയ്ക്കും ഒരു പ്രത്യാശയ്ക്കും സാഹചര്യമില്ല എങ്കിലും ആശയ്ക്ക് വിപരീതമായിട്ട് എൻ്റെ പിതാവാം, അതായത് അബ്രഹാം, നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വിശ്വസിച്ചു എങ്കിൽ ഞാനും വിശ്വസിക്കുന്നു. നങ്കൂരമിടുകയാണ് ഞാനിവിടെ. ആ നങ്കൂരത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ നിൽക്കാനുള്ള ബലം ദൈവമാണ് തരുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതുകൊണ്ട് അനേക അമ്മമാരോടും അപ്പന്മാരോടും ഞാൻ പറയുന്നത്, മക്കൾ വഴിതെറ്റി നടക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് പ്രത്യാശയില്ലെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം എടുത്തു വായിക്കുക. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ, നിരാശപ്പെട്ടവരെ പ്രത്യാശയോടെ തിരിച്ചു വരുന്ന ഒരു വിളിയാണിത്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ
അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മുൻപിൽ ഒരു പ്രത്യാശയില്ലാത്തപ്പോൾ ഒരു ദൂത് കടന്നു വരികയാണ്. വചനം ഞാൻ പറഞ്ഞത് വിശ്വസിക്കുക. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, ഞങ്ങളുടെ പിതാവാം ദൈവം, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. കണ്ണിൻ്റെ ദൃഷ്ടിയിൽ അവർ വഴിതെറ്റി നടക്കുന്നുവെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന മാനിച്ച് നീ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവദൂതന്മാർ ഗബ്രിയേൽ, മിഖായേൽ, റഫേൽ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി ദൈവമേ അങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥൻ, ഈ മക്കളുടെ വഴിതെറ്റിൽ നിന്നും അവരെ സുബോധത്തിൻ്റെ ആത്മാവിൽ തിരിച്ചു കൊണ്ടുവന്നത് കണ്ടുകൊണ്ട് കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നാഥൻ, അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അബ്രഹാമിൻ്റെ മുമ്പിൽ അസാധ്യങ്ങളുടെ മേൽ അസാധ്യം നിന്നിടത്താണ് ഒരു സ്വന്തം പുത്രനായിട്ട്, വാഗ്ദത്തപുത്രനായിട്ട് ഇസഹാക്കിനെ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചെടുത്തതെങ്കിൽ അതേ വിശ്വാസം ഞങ്ങളുടെ മേലോട്ട് ഇട്ടു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ ഞങ്ങൾ നിൻ്റെ നീതിയുടെ കോടതിയിലേക്ക് മുമ്പിൽ വന്ന് നിന്ന് നിൻ്റെ കൃപാസന്നിധിയിൽ നിന്ന് കൃപ വാങ്ങിച്ചെടുത്ത് തലമുറകളെ അനുഗ്രഹിച്ച് അവരുടെ നന്മ കാണുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.